പ്രൈസ് ലോർഡ്. കർത്താവ് എല്ലാവരും ധാരാളം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ ബൈബിൾ ക്ലാസിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ എടുക്കുവാൻ കർത്താവ് സഹായിച്ചു. ഇന്ന് അതിന്റെ പ്രാരംഭ ഭാഗത്തോട്ട് നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയപ്പോൾ ചില സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങളൊക്കെ തന്നായിരുന്നു. അതില് നമ്മുടെ പ്രിയ സഹോദരൻ അശോകർ ഒന്ന് രണ്ട് സംശയങ്ങൾ ചോദിക്കുവാനിടയായി തീർന്നു. അതില് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് ഒന്നുകൂടെ അതിന്റെ ക്ലാരിഫിക്കേഷൻ വരുത്തിയിട്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുന്നു. അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതായിരുന്നു: യോഹന്നാൻ സുവിശേഷത്തില് 7 അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞായിരുന്നു, എന്നാൽ 8ാമതൊരു അടയാളത്തെ കുറിച്ചും പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് 21-ാം അധ്യായത്തിൽ കാണുന്ന 153 വലിയ മീനുകളെ അവർക്ക് വലയിട്ട് കിട്ടി എന്ന് പറയുന്ന ഒരു ഭാഗം 21-ാം അധ്യായത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു ഭാഗം കൂടെ 8ാമതൊരു അടയാളമാകത്തില്ല എന്നൊരു ചോദ്യം അവിടെ ചോദിക്കുവാനിടയായി തീർന്നു. കഴിഞ്ഞ ആഴ്ച അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു. അത് തന്നെയാണ് അതിന്റെ ആൻസർ എങ്കിലും ഒന്നുകൂടി ഞാൻ അതൊന്ന് ക്ലാരിഫൈ വരുത്താൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ആ ഒരു ഭാഗം ഒന്നുകൂടെ എടുത്തത്. നമ്മൾക്കറിയാം, ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 20-ാം അധ്യായം വരുമ്പോഴാണ് അതിന്റെ അത്ഭുതങ്ങൾ നിന്നു എന്നല്ല, അതിന്റെ 7 അത്ഭുതങ്ങളും അല്ലെങ്കിൽ 7 അടയാളങ്ങളും പറഞ്ഞു നിർത്തുന്ന ഒരു ഭാഗം 30-31 വാക്യം അല്ലെങ്കിൽ 30-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേക അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു. അപ്പൊ തന്റെ അത്ഭുതങ്ങളെല്ലാം പറഞ്ഞ് കൺക്ലൂഡ് ചെയ്ത ഒരു അധ്യായമാണ് 20-ാം അധ്യായം. അപ്പൊ വേദപണ്ഡിതാക്കന്മാരുടെ അഭിപ്രായത്തിൽ 21-ാം അധ്യായം ഇതിനോട് ചേർന്ന് പെട്ടെന്ന് എഴുതിയ ഒരു അധ്യായമല്ല, ചില നാളുകൾക്ക് ശേഷം വന്ന ഒരു ചാപ്റ്റർ ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ 20-ാം അധ്യായത്തോടുകൂടെ തന്നെ തനിക്ക് പറയാനുണ്ടായിരുന്ന മെയിൻ കണ്ടന്റ് യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുന്ന 7 അടയാളങ്ങളിലൂടെ കാനാവിലെ കല്യാണത്തിന്റെ അത്ഭുതം മുതൽ ലാസ്റ്റില് താൻ പറയുന്ന ലാസറിന്റെ 11-ാം അധ്യായത്തിലെ ലാസറിന്റെ ഉയർപ്പ് വരെയുള്ള താൻ മരണത്തിന്റെയും പുനരുത്ഥാനത്തിന്റെ മരണത്തിന്റെ മേൽ ജയാളിയായ ക്രിസ്തു എന്ന് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം തന്റെ അവസാനത്തെ അത്ഭുതം കൂടെ അവിടെ പറഞ്ഞ് 7ാമത്തെ അത്ഭുതങ്ങൾ കൂടി പറഞ്ഞു നിർത്തുമ്പോൾ 7 എന്നുള്ള സംഖ്യ പൂർണ്ണതയെ കാണിക്കുന്നത്. അപ്പൊ ഒരു തനിക്ക് കൊടുക്കാനുണ്ടായിരുന്ന സന്ദേശം പൂർണ്ണമായ നിലയിൽ ഈ 7 അത്ഭുതത്തിനകത്ത് ഉൾക്കൊള്ളിച്ചാണ് നിർത്തിയിരിക്കുന്നത്. പിന്നെ 21-ാം അധ്യായം എന്ന് പറഞ്ഞാൽ ഒരു എപ്പിലോഗായിട്ട് കൊടുത്തിരിക്കുന്ന പിന്നീട് വന്നൊരു അധ്യായമായിട്ട് അത് കരുതപ്പെടുന്നു, ഉപസംഹാരമായിട്ട്. അതിന്റെ മെയിൻ ഉദ്ദേശം തന്നെ പിന്മാറ്റത്തിൽ പോയ പത്രോസിനെയും ശിഷ്യന്മാരെ വീണ്ടും റെസ്റ്റോർ ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് ആ ഒരു അധ്യായം കൂടെ വന്നത്. അപ്പൊ അതിന്റെ പ്രാധാന്യത ആ റെസ്റ്റോറേഷനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു. ശിഷ്യന്മാരെ വീണ്ടും, മനസ്സ് മടിച്ചുപോയ ശിഷ്യന്മാരെ വീണ്ടും സുവിശേഷ വേലയിൽ ബലപ്പെടുത്തി അവരെ മടക്കിക്കൊണ്ടുവരിക എന്നുള്ള അർത്ഥത്തിലായിരുന്നു ആ 21-ാം അധ്യായത്തിൽ കാണുന്ന ആ സംഭവം. അതുകൊണ്ടാണ് ആ ഒരു ഭാഗത്തെ അടയാളങ്ങളുടെ ഗണത്തിൽ പെടുത്താതെ ഇരിക്കുന്നതെന്ന് ഓർപ്പിച്ച ആ ഒരു ഭാഗം അവിടെ നിർത്തുകയാണ്. തുടർന്ന് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന ഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ അതിന്റെ 18 വരെയുള്ള വേദഭാഗമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾ വായിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ അധ്യായത്തിലേക്ക് കിടക്കാം. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു 18 വാക്യങ്ങളാണ് ആദ്യത്തെ ഒരു ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പൊ ഇതൊരു സാധാരണ ഒരു ബുക്കിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയല്ല. ഈ ബുക്കിന് വളരെ പ്രാധാന്യമുള്ള ഒരു പുസ്തകമാണ് ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷം. അതിന്റെ പ്രാരംഭ ഭാഗം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഈ 18-ാം അധ്യായം വാക്യം വരെ നമ്മൾ നോക്കുമ്പോൾ പ്രധാനമായ ചില വാക്കുകൾ നമുക്ക് പ്രത്യേകിച്ച് നോട്ട് ചെയ്യാൻ പറ്റും. ഒന്ന്, അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന
ഹൈലൈറ്റ് ചെയ്യുന്ന ചില വാക്കുകൾ ഞാൻ പറയാം. വെളിച്ചം, ഇരുട്ട്, ജീവൻ, പിന്നെ വിശ്വാസം, അവിശ്വാസം, ലോകം, പിന്നെ സാക്ഷ്യം അല്ലെങ്കിൽ സാക്ഷിയാകുക, കൃപ, സത്യം, പുത്രനിലൂടെ പിതാവിനെ അറിയുക ഇത്യാദി വാക്കുകൾ നമുക്ക് പലയിടത്തും കാണാൻ പറ്റും. ഏതൊക്കെയാണെന്ന് മനസ്സിലായോ? ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ്, വെളിച്ചവും ഇരുട്ടും, വിശ്വാസവും അവിശ്വാസവും, ജീവൻ എന്നുള്ള വാക്ക്, ലോകം എന്നൊരു വാക്ക്, സാക്ഷിയാകുക എന്ന വാക്കുകൾ, കൃപയും സത്യവും എന്ന വാക്കുകൾ, പിന്നെ പുത്രനിലൂടെ പിതാവിനെ അറിയുക എന്ന വാക്കുകൾ ഇത്യാദി വാക്കുകൾ ഈ 18-ാം അധ്യായം വരെ ഇതിന്റെ വിത്തുകൾ പാകിയിട്ടുണ്ട് യോഹന്നാൻ. അപ്പൊ നിങ്ങൾ ഇത് തുടർന്ന് മുമ്പോട്ട് 21-ാം അധ്യായം വരെ പോകുമ്പോൾ ഈ വാക്കുകൾ പലയിടത്തും കാണും. അപ്പൊ ഈ വാക്കുകൾ വീണ്ടും നിങ്ങൾ കേൾക്കുമ്പോൾ ഓർത്തോണം, ഇതിന്റെ വിത്തുകൾ പാകിയിരിക്കുന്ന ഈ 18 വാക്യങ്ങളിനകത്ത് കിടപ്പുണ്ട്. ഈ വാക്കുകളെല്ലാം ഈ 18 വാക്യങ്ങളിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്ക് പ്രാരംഭമായിട്ട് ഒന്ന് ധ്യാനിക്കാൻ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് മലയാളത്തിലും തമിഴിലും കൂടെ ഒന്ന് വായിക്കും. 1 മുതൽ 5 വരെയുള്ള വാക്യം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടുക്കിയില്ല. ஆதியிலே வார்த்தை இருந்தது, அந்த வார்த்தை தேவனிடத்தில் இருந்தது, அந்த வார்த்தை தேவனாய் இருந்தது. அவர் ஆதியிலே தேவனோடு இருந்தார். சகலமும் அவர் மூலமாய் உண்டாயிற்று, உண்டானதென்றும் அவராலே அல்லாமல் உண்டாகவில்லை. அவருக்குள் ஜீவன் இருந்தது, அந்த ஜீவன் மனுஷருக்கு ஒளியாய் இருந்தது. அந்த ஒளி இருளிலே பிரகாசிக்கிறது, ഇരുളാണത് அதை പറ്റി കൊള്ളവില്ലേ. അപ്പം ഈ നിങ്ങൾ ഈ വാക്യങ്ങളൊക്കെ 18 വരെ നിങ്ങൾ വായിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ നമ്മളിപ്പോ ഈ 5 വാക്യങ്ങൾ വായിച്ചത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു എന്ന് ഞാൻ കാണുന്നു. അതിന്റെ ആദ്യം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഇതുപോലൊരു ആദി നിങ്ങൾ വേറൊരിടത്ത് വായിച്ചിട്ടുണ്ടല്ലോ. അത് എവിടെയാണ്? ഓർമ്മയിലുള്ളവർ പറയാ വേഗത്തിൽ. എവിടെയാണ് ഈ ആദിയിൽ കേട്ടിട്ടുള്ളത്? എക്സോഡസ്. ഓക്കെ, മറ്റൊരു ആദി ഉണ്ടല്ലോ. ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. സാധാരണ മൈക്കിന് ഭയങ്കര സൗണ്ട് ഉണ്ട്. ഡിവൈസിന്റെ പ്രോബ്ലം ആയിരിക്കും. ഓക്കെ, മറ്റൊരു ആദി ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ 1-ൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. എന്താണ് അതിന്റെ വാക്യം? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഗ്രീക്കില് ഈ ആദിക്ക് പറയുന്ന പേര് ആർക്കെ എന്നാണ്. ആർക്കെ. നമ്മുടെ കർത്താവിനെ വിളിക്കുന്ന മറ്റൊരു പേര് ആർക്കയോസ് എന്നും കൂടെയാണ്. ആർക്കയോസ്, ആദിയിലുള്ളവൻ. ആർക്കയോസ്, ARKAOS, ആർക്കയോസ് എന്ന് പറഞ്ഞാൽ സകലത്തിലും മുൻപേ ഉള്ളവൻ എന്നതിന്റെ അർത്ഥം. ഇതിൽ നിന്നാണ് ഈ ആർക്കിയോളജി എന്ന വേർഡ് തന്നെ ഉണ്ടായത്. ആർക്കിയോളജി, ഈ പദം വരുന്നത് ഈ ആർക്കെ എന്ന വാക്കിൽ നിന്ന്, എന്ന് പറഞ്ഞാൽ പൗരാണികം, പണ്ടേ ഉള്ളത് എന്നാണ് അർത്ഥം. അപ്പം ഉൽപ്പത്തിക്ക് നമ്മൾ നോക്കുമ്പോൾ ഉൽപ്പത്തിയിൽ എബ്രായ ഭാഷയിൽ ഇതിന് ബെറഷിത്ത്, BERESHIT, ബെറഷിത്ത് എന്നാണ് എബ്രായ ഭാഷയിൽ പറയുന്നത്. ഇതില് നിങ്ങൾക്ക് ഈ 2 ആദിയിലും ഏതാണ് ആദി എന്ന് എങ്ങനെ അറിയാം? ഇതിൽ ഫസ്റ്റ് ആദി ഏതാണ്? യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 1-ാം അധ്യായം 1-ാം വാക്യത്തിന്റെ ആദിയാണോ ആദ്യത്തെ ആദി? അത് ഉൽപ്പത്തി പുസ്തകം 1-ന്റെ 1 ആണോ ഫസ്റ്റ് ആദി? ഏതാണ് ആദ്യത്തെ ആദി? അപ്പൊ ആദിയിൽ എന്ന് പറയുമ്പോൾ ദൈവത്തിന് തുടക്കമുണ്ടോ? ബൈബിൾ പറയുന്നത് ദൈവം അനാദിയായ ദൈവം അല്ലേ?
അപ്പൊ നമ്മൾ യോഹന്നാനിൽ കാണുന്ന ഈ ആദിക്ക് നമ്മൾ പലപ്പോഴും കൊടുക്കുന്ന ഒരു വ്യാഖ്യാനം ആയിരിക്കത്തില്ല. അപ്പൊ നമ്മള് ഗ്രഹിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെ? നമുക്കൊരു സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ആദി എവിടെ കണ്ടുപിടിക്കുന്നത്? ശരി, ഞാൻ നിങ്ങളോടൊരു സംശയം ചോദിക്കാം. നമ്മുടെ സ്കൂളിലൊക്കെ ഈ റേസിംഗ് മത്സരമൊക്കെ ഉണ്ട്, അല്ലെ? ഓട്ട മത്സരമൊക്കെ ഉണ്ട്. ഈ ഓട്ട മത്സരത്തിൽ നമുക്ക് വലിയ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. ഈ ഗ്രൗണ്ടിന്റെ ഈ ഓടുന്ന ട്രാക്ക് വരയ്ക്കുന്നത് റൗണ്ടായിട്ടാണ്. ഇതിന്റെ ആദി എവിടെയാ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? എവിടെയാണ് ഇതിന്റെ ആദി? Where is the beginning of that circle? നമ്മൾ എവിടെയാണോ വരയിടുന്നത് അവിടെ ആയിരിക്കും ഇതിന്റെ ആദി. ആണോ? നമ്മൾ എവിടെ ലൈൻ ഇടുന്നോ അവിടെ ആയിരിക്കും അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പൊ അതിന്റെ എൻഡിങ് പോയിന്റ് എവിടെ ആയിരിക്കും? ആ വരയിടുന്നിടത്ത് തന്നെ ആയിരിക്കും. ശരിയല്ലേ? എന്നാൽ ദൈവം സമയത്തിന് അതീതനാണ്. സമയത്തിനും കാലത്തിനും മാറ്ററിനും സ്പേസിനും ഒക്കെ അതീതനാണ് നമ്മുടെ ദൈവം. നമ്മള് ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ 22:1 മനസ്സിലാക്കണം. ദൈവത്തിന്റെ അനാദി എവിടെ ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കി. വെളിപ്പാട് 22:1, ഏറ്റവും അവസാനത്തെ അധ്യായം, അവസാനത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം. വീഥിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. അപ്പൊ വീഥിയുടെ നടുവിൽ എവിടെ ആയിരുന്നു? ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം. നിങ്ങൾ അവിടെ 5-ാം വാക്യം വരെ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഈ അനാദിയിൽ വാണരുളുന്ന പിതാവിനെയും പുത്രനെയും കുറിച്ച് അവിടെ കാണുവാൻ കഴിയും. ഈ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ച്. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 1-ാം വാക്യം. അവിടെ എന്താ വായിക്കുന്നത്? ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞതെന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേണമേ. പുത്രനെ മഹത്വപ്പെടുത്തേണമേ. ഇനി 5-ാം വാക്യം കൂടെ. ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തേണമേ. അപ്പൊ ഈ മഹത്വം ഏതായിരുന്നു? കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ലോകം ഉണ്ടാകുന്നതിന് മുൻപേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കലേക്ക് മഹത്വപ്പെടുത്തേണമേ. അതാണ് യോഹന്നാൻ 1:1 കാണുന്നത്. വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. ആ ഭാഗമാണ് ഇവിടെ പറയുന്നത്. അതിന്റെ വെളിപ്പാട് യോഹന്നാന് ലഭിക്കുന്നത്, വെളിപ്പാട് പുസ്തകം എഴുതുന്ന ആരാ? ഈ യോഹന്നാനാ. തനിക്ക് മനസ്സിലായി പിതാവ് എങ്ങനെയാണ് ഉയരത്തിൽ പിതാവിനോടൊപ്പം കർത്താവ് വാണരുളിയ ആ ഒരു ചിത്രം 22-ാം അധ്യായത്തിൽ കാണുകയാണ്. അപ്പൊ യോഹന്നാൻ 1:1 ശരിക്കുള്ള ആദി. അപ്പൊ ഈ ഉൽപ്പത്തി 1:1 നമ്മൾ മുമ്പേ പറഞ്ഞൊരു വൃത്തത്തിന്റെ ഒരു വരയാ, ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഈ ലോകത്തിൽ നടക്കുന്ന സകലതും ഈ വൃത്തത്തിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുക. എന്നാൽ ദൈവത്തിന്റെ ആദി ഇതിന്റെ മുകളിലാണ്. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഈ വൃത്തം പൂർത്തിയാകുമ്പോൾ വീണ്ടും എവിടെ വന്നിക്കും? യോഹന്നാൻ 1:1 വന്ന് നിൽക്കും. അപ്പൊ യോഹന്നാൻ 1:1 വെളിപ്പാട് പുസ്തകം 22:1 കൂടി ഈക്വലാണ്. അപ്പൊ ശരിക്കുള്ള ആദി മനസ്സിലായോ? അപ്പൊ ശരിക്കുള്ള ആദി എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 1:1 അല്ല. ഇതിനും മുകളിൽ അനാദിയായി വാണ ഒരു ദൈവത്തിന്റെ ചിത്രമാണ് യോഹന്നാൻ വരച്ചു കാണിക്കുന്നത്. അപ്പൊ ഇത് എഴുതാനുള്ള ഭാഗ്യവും ദൈവത്തിന്റെ നിത്യമായ ആ നിത്യതയുടെ വെളിപ്പാടും ആർക്ക് കാണാനുള്ള ഭാഗ്യം ഒത്തു? യോഹന്നാന് കാണാനുള്ള ഭാഗ്യം. ഇതാണ് നമ്മൾ അവിടെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത്. ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ദ വേർഡ് വാസ് ഗോഡ്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് മൂന്ന് വാക്യമാണ് ഒന്നാം വാക്യത്തിൽ തന്നെ പറയുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആദിയിൽ ഏതോ ഒരു സുപ്രഭാതത്തിൽ വചനം നിലനിന്നു, അല്ലെങ്കിൽ കമ്മിങ് ടു എക്സിസ്റ്റൻസ് എന്നല്ല അതിന്റെ അർത്ഥം. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വചനം വന്നു എന്നല്ല. ആദിയിൽ വചനത്തിന് ഒരു തുടക്കം ഉണ്ടായി എന്നുമല്ല അതിന്റെ അർത്ഥം. ദ വേർഡ് ഓൾറെഡി വാസ് എന്ന് പറഞ്ഞാൽ ആദിയിലേ വചനമുണ്ടായിരുന്നു. കണ്ടിന്യൂസ് എക്സിസ്റ്റഡാ, അല്ലേ? അവനൊരു അന്തമില്ല. എന്നാ തുടങ്ങിയെന്ന് പറയാൻ പറ്റത്തില്ല. ആദിയിലേ ഉണ്ടായിരുന്നു. എന്നാൽ 1:1 ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ്. അവിടെ ക്രിയേഷന്റെ തുടക്കം അവിടെ പറയുന്നത്. എന്നാൽ ഈ ക്രിയേഷന് മുൻപേ നിലനിന്ന ഒരു ദിവ്യമായ വചനം, ദ വേർഡ് ഓൾറെഡി എക്സിസ്റ്റഡ്. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പൊ യേശു കർത്താവാണ് യഥാർത്ഥ സാക്ഷാൽ വചനമായവർ. അപ്പൊ യേശുവിന്റെ ജനനം നമ്മൾ വിചാരിക്കുന്നത് പോലെ അവൻ ബേത്ലഹേമിൽ തന്റെ ജഡം ജനിച്ചത് കൊണ്ട് ബേത്ലഹേം അല്ല യേശുവിന്റെ തുടക്കം. 1:1 യേശുവിന്റെ തുടക്കം. അവന് ബിഗിനിങ് ഇല്ല, അവന് ആരംഭമില്ല. ഈസ് എറ്റേണലി, കണ്ടിന്യൂസ്ലി, ഈസ് വിത്തൗട്ട് ഒറിജിൻ. അവൻ ആരംഭമില്ലാത്ത നിത്യനായി വാഴുന്ന ഒരു ദൈവമാണ്. ഏലോലാം എന്നാണല്ലോ എബ്രായ ഭാഷയിൽ പറയുന്നത്, എവർലാസ്റ്റിംഗ് ഗോഡ്. രണ്ടാം ഭാഗം പറയുന്നത് വചനം ദൈവത്തോടു കൂടെയാണ്. ദൈവത്തോടു കൂടെ. പ്രോസ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ചിരിക്കുന്നു. വിത്ത് ഗോഡ്, വിത്തിന് കൊടുത്തിരിക്കുന്നു. പ്രോസ് എന്ന് പറഞ്ഞാൽ ദ ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ് വിത്ത് ദ ഫാദർ, അല്ലേ? There is an intimacy with the Father. There is a communion with the Father. ദൈവവുമായിട്ട് അഭേദ്യ ബന്ധമുള്ള, പിതാവുമായിട്ട് അഭേദ്യ ബന്ധമുള്ള ഒരു പുത്രനെ അവിടെ കാണുന്നു. അപ്പൊ ഗോഡ് ഹെഡിൽ, അതായത് ഡിവിനിറ്റിയിൽ, ദൈവത്വത്തിൽ 3 വ്യക്തികൾ. ദ ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ, ഗോഡ് ദ സ്പിരിറ്റ്. അതാണ് ട്രിനിറ്റി. ട്രിനിറ്റിയെ കുറിച്ച് മറ്റൊരു ക്ലാസ് ദീർഘമായി എടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ട്രിനിറ്റി ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ പോകുന്നില്ല. എന്നാൽ നമ്മൾ ഇവിടെ വായിക്കുമ്പോൾ ദൈവത്തിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ്, അല്ലേ? ഗോഡ് ഈസ് ലവ്. അപ്പൊ ലവ് എന്ന ഒരു വാക്ക് ചുമ്മാതെ പറയുന്നതല്ല. ഇപ്പൊ എനിക്ക് സ്നേഹമുണ്ടെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. സ്നേഹമുണ്ടത് എങ്ങനെയാണ്? അത് തെളിയിക്കുകയാണ് വേണ്ടത്, എക്സ്പ്രസ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ ദൈവം സ്നേഹമാണെന്ന് പറയുമ്പോൾ ന്യൂമറിക്കലി 1 അല്ല. പലരും പറയും ദൈവം എന്ന് പറഞ്ഞ ഒരുവനാണ്. ന്യൂമറിക്കലി 1 ഒരിക്കലും അല്ല. കാരണം ദൈവം എന്ന എബ്രായ ഭാഷയിൽ തന്നെ പ്ലൂറാലിറ്റി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ബഹുസ്വരത ഇൻക്ലൂഡ് ചെയ്തിരിക്കുക. ദൈവം ഏകനാന്ന് പറയുമ്പോൾ ആ ഏകത്വത്തിൽ ബഹുത്വമുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തെ സ്നേഹം എന്ന് പറയുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് തമ്മിൽ ആ സ്നേഹബന്ധത്തിലായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ദൈവത്തിനകത്തുളവായി വന്നതല്ല സ്നേഹം. സ്നേഹമാണ് ദൈവം. മനസ്സിലായോ? പിതാവിന്റെ പുത്രനിലും പരിശുദ്ധാത്മാവിലും തമ്മിൽ എന്തില്ല? അഭിപ്രായ വ്യത്യാസങ്ങളില്ല, അടിപിടിയില്ല, വഴക്കുകളില്ല, അസൂയയില്ല, കുശമില്ല. അനാദി മുതൽ അനാദി വരെയും സ്നേഹത്താൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്നേഹത്തിന്റെ ഉറവിടമാണ് തൃത്വം എന്ന് പറയുന്നത്. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. 3-ാം ഭാഗം അവിടെ കാണുന്നത് വചനം ദൈവമായിരുന്നു. ഈ ഒരു ഭാഗത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഇന്ന് സമൂഹത്തിൽ ഉണ്ടാകാറുണ്ട്. എന്ന് പറഞ്ഞാൽ ചില കൾട്ടുകളൊക്കെ രൂപീകരിക്കപ്പെട്ടത് ഈ ഒരു വചനത്തിന്റെ പുറത്ത് സംഭവിച്ചിട്ടുണ്ട്. നാട്ടില്, നമ്മുടെ ഈ ലോകത്തിലെ പലവിധ ക്രിസ്ത്യൻ വിശ്വാസങ്ങളിലും ഉണ്ടെന്ന് നമുക്ക് ഏവർക്കും അറിയാം. അതിൽ ഒരു പ്രധാന വിഭാഗമാണ് യഹോവ സാക്ഷികൾ.
അവരുടെ ബൈബിള് തന്നെ മറ്റൊരു ബൈബിളാണ് ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ലേഷൻ. അപ്പൊ ഇവര് ആ ട്രാൻസ്ലേഷനകത്ത് ചെറിയൊരു തിരുത്ത് വരുത്തി എഴുതിയിട്ടുണ്ട്. 3-ാമത്തെ ഭാഗത്തിലാണ് തിരുത്ത് വരുത്തിയിരിക്കുന്നത്. ദ വേർഡ് വാസ് ഗോഡ് എന്ന് നമ്മുടെ ബൈബിളിനകത്ത് എഴുതുമ്പോൾ അവർ എഴുതിയ ട്രാൻസ്ലേഷനകത്ത് ദ വേർഡ് വാസ് എ ഗോഡ് എന്നും കൂടെ എഴുതി. ഒരു ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും കൂടെ അതിന്റെ ഫ്രണ്ടിൽ ചേർത്തു, എ ഗോഡ്. സത്യത്തിൽ ഗ്രീക്കില് ഈ എന്താ പറയാ, ഈ നൗണിന്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ ദൈവം എന്ന വാക്കിന്റെ ഫ്രണ്ടിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ചേർക്കാറില്ല. അത് എ എന്നുള്ള ശബ്ദം. എന്തിനാണ് ഇവർ ചേർത്തതെന്നറിയാം? കാരണം യേശു കർത്താവിനെ സെക്കൻഡറി ആയിട്ട് കാണിക്കണം. അവര് പിതാവായ ഒരു ദൈവം മാത്രമേ ഉള്ളെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ്. അപ്പൊ യേശുവും ദൈവമാണ്, പക്ഷെ പിതാവിനോളം ഒപ്പം എത്തുന്ന ഒരു ദൈവമല്ല. ഇത് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ വാക്യം എടുത്തു വെച്ചിരിക്കുന്നത്. ദ വേർഡ് വാസ് എ ഗോഡ് എന്ന് പറഞ്ഞാൽ പിതാവ് ദൈവമാണ്, യേശുവും ഒരു ദൈവമാണ്. അപ്പൊ ഒരു സെക്കൻഡറി ആക്കാൻ വേണ്ടി, പിതാവിനേക്കാൾ ഒരുപടി താഴ്ന്നു നിൽക്കുന്ന ദൈവമാക്കാൻ വേണ്ടി അവരവിടെ ചേർത്തിരിക്കുന്ന ഒരു ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് എ എന്ന് ചേർത്തിരിക്കുന്നത്. പക്ഷെ അത് ഒരിക്കലും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ യോജിച്ചു പോകാത്തത് കൊണ്ട്, പല ഭാഗങ്ങൾ അത് കോൺട്രഡിക്റ്റ് ആവുന്നത് കൊണ്ട്, അത് നമ്മള് ട്രിനിറ്റേറിയൻ വിശ്വാസികൾ ആരും ആ ഒരു ഉപദേശത്തെ സ്വീകരിക്കാതെ അത് അപ്പാടെ അത് കൾട്ട് എന്ന നിലയിൽ അത് തള്ളിക്കളഞ്ഞവരാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ ഈ വചനത്തിന് യേശു അല്ലെങ്കിൽ ദൈവം എന്നതിന്റെ പേര് ചേർത്തൊന്ന് വായിച്ചു നോക്കിക്കേ. ആദിയിൽ വചനത്തിന് പകരം ദൈവവും ചേർത്ത്. ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു, ദൈവം ദൈവത്തോടു കൂടെ ആയിരുന്നു, പിന്നെന്താണ്? ദൈവം ദൈവമായിരുന്നു. ഈ ഒരു ആശയം വിശദീകരിക്കാൻ ശരിക്കും ട്രിനിറ്റേറിയൻ വിശ്വാസികൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ, അല്ലേ? ഇത് വേറെ വണ്ണസ്സുകാർക്കോ യഹോവ വിറ്റ്നസിനൊന്നും ഈ ആശയം വിശദീകരിക്കാൻ പറ്റത്തില്ല. ഈ വേർഡിന് ഗ്രീക്കിൽ പറയുന്ന മറ്റൊരു പേരാണ് ലോഗോസ്, മറ്റൊരു പേരാണ് റീമ വചനത്തിന്, അല്ലെ? എബ്രായ ഭാഷയിൽ ഇന്ന് ദെബാർ എന്നാണ് പറയുന്നത്. ദെബാർ വേർഡിന് അല്ലെങ്കിൽ വചനത്തിന്. അതിന്റെ പ്ലൂറാലിറ്റി എടുക്കുമ്പോൾ ദെബാറീം IM കൂടി ചേർക്കും. DEBARIM എന്ന് പറഞ്ഞാൽ വചനങ്ങൾ. അപ്പൊ ദെബാറീം യാഹുവേ എന്ന് പറയുമ്പോൾ യഹോവയുടെ വചനങ്ങൾ എന്ന് പറയും, അല്ലെ? ദെബാറീം നവീം എന്ന് പറയുമ്പോൾ പ്രവാചകന്റെ വചനങ്ങൾ. ഈ രീതിയിലാണ് വരുന്നത്. അപ്പൊ ഈ ലോഗോസ് എന്ന വാക്ക് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ ഹെറാക്ലിറ്റസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ഫിലോസഫറായിരുന്നു. 500 BC അദ്ദേഹമാണ് ഈ ഒരു വാക്ക് തന്നെ കൊണ്ടുവന്ന ലോഗോസ് എന്ന വാക്ക് ഗ്രീക്കില്. അപ്പൊ അദ്ദേഹം ഇത് മനസ്സിലാക്കിയത്, ഈ ഇദ്ദേഹം ഫിലോസഫർ ആയിരുന്നല്ലോ, അദ്ദേഹം ഈ യൂണിവേഴ്സിനെ വീക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. ഈ യൂണിവേഴ്സ് ഇത്ര ഓർഡർലി സെറ്റ് ചെയ്തിരിക്കുന്നത്, ഇത്ര മനോഹരമായി ഈ ചരാചരങ്ങളെയും ഈ അഖിലാണ്ട കടാഹങ്ങളെയും ഗാലക്സിയും ഒക്കെ വളരെ മനോഹരമായി ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ചുമ്മാതെ വരുന്നതല്ല. ഇതിന്റെ പുറകിൽ എന്തോ ഒരു കമാൻഡിങ് ഓർഡർ ഉണ്ട്, ഏതോ ഒരു വാക്കിന്റെ ശക്തി ഉണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി, ഒരു ആജ്ഞാശക്തി ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് there is an order behind it, ഒരു ലോഗോസ് ഇതിന്റെ പുറകിലുണ്ട്. അദ്ദേഹത്തിന് അതിൽ കൂടുതൽ ഒരു കാഴ്ചപ്പാട് അതിനകത്ത് ലഭിച്ചില്ല. ഇതിൽ നിന്നാണ് ഈ ബയോളജി എന്ന വാക്ക് പോലും വരുന്നത്. ജീവൻ, ബയോ പ്ലസ് ലോഗോസ്, അല്ലെ? ജീവൻ വചനം കൂടി ചേരുന്നതാണ്. സയൻസ് പോലും രൂപപ്പെടുന്നത് ഈ ലോഗോസിൽ നിന്നാണ്. ഈ ലോഗോസ് ഇല്ലെങ്കിൽ സയൻസിന് പോലും നിലനിൽപ്പില്ല. അപ്പം ലോഗോസ് എന്ന് പറയുമ്പോൾ ഇതിനെ നമുക്കൊരു സയൻസ് എന്ന് പറയാം, ഇതിനെ ഒരു ചിന്ത എന്ന് പറയാം, ഒരു അറിവെന്ന് പറയാം, അല്ലെ? ഒരു കമാൻഡിങ് അതോറിറ്റി എന്ന് പറയാം. അപ്പം ഒരു അധികാരമുള്ള ഒരു വാക്ക് ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലുണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കിയ യോഹന്നാന് പറയുകയാണ്, നിങ്ങൾ പറയുന്ന ഈ ലോഗോസ് ഉണ്ടല്ലോ,
അപ്പൊ യോഹന്നാന്റെ കാലമായപ്പോഴത്തേന് ഈ ഗ്രീക്കിന്റെ തത്വചിന്തകളും ആശയങ്ങളും ഒക്കെ വല്ലാതെ പ്രചരിപ്പിച്ച ഒരു കാലത്താണ് യോഹന്നാൻ ആയിരിക്കുന്നത്. അപ്പൊ യോഹന്നാൻ ഈ വാക്കെടുത്ത് പറയുകയാണ്, നിങ്ങൾ ഇത്രയും നാളും പഠിച്ചതും പഠിപ്പിക്കുന്നതുമായ ഈ ലോഗോസ് ഉണ്ടല്ലോ, അവനാണ് ദൈവം. അല്ലെങ്കിൽ ഈ ഹെറാക്ലീറ്റസ് പറയുന്ന ഈ ആജ്ഞാശക്തി ഉണ്ടല്ലോ, അതാണ് ദൈവം. അതാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. നിങ്ങൾ രണ്ടാം വാക്യം എടുത്തു നോക്കിയാൽ എന്താ കാണുന്നത്? അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. ഇത് എടുത്തു പറഞ്ഞിരിക്കുക, റെപ്പറ്റീഷൻ. ഒന്നാം വാക്യത്തിന്റെ റെപ്പറ്റീഷൻ എടുത്ത് പറയുമ്പോൾ കാര്യം മനസ്സിലായി, ഇതിനെന്തോ ഇമ്പോർട്ടൻസ് ഉണ്ട്. എബ്രായ ഭാഷയിൽ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ there is something importance, അല്ലെ? ഒന്നാം വാക്യത്തിൽ പറയുകയാണ് വചനം നിത്യമാണ്, ദൈവികമാണ്. രണ്ടാം വാക്യത്തിൽ പറയുകയാണ് എന്താ പറയുക, the word was truly with God from beginning, ആദ്യം മുതലേ ദൈവത്തോടു കൂടെയായിരുന്നു. മൂന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് എല്ലാം അവനാൽ ഉളവാക്കപ്പെട്ടു. നിങ്ങൾ ഈ രണ്ടാം വാക്യം നമ്മൾ ഈ റിപ്പീറ്റ് വന്നുകൊണ്ട് അത് ഇല്ലായിരുന്നെങ്കിലും ചിന്തിച്ചു നോക്കിയേ. ആ സെക്കൻഡ് വേഴ്സ് അവിടെ ഒരു ഗ്യാപ്പ് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെങ്കിൽ ഇന്നത്തെ കാലത്ത് അനേക കൺഫ്യൂഷൻസ് ഉണ്ടാക്കി വെച്ചേനെ കുറെ കൂടെ. എന്തു പറയും? ഒരുപക്ഷെങ്കിൽ ദൈവം പിന്നീട് ഇതിനെ സൃഷ്ടിച്ചാന്ന് പറയാൻ സാധ്യതയുണ്ട്. ആരെയാ? ഈ വചനം അല്ലെങ്കിൽ പുത്രനെ പിന്നീട് സൃഷ്ടിച്ചതാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ പുത്രൻ പിന്നീട് വന്നതാണ്, രൂപപ്പെട്ടു വന്നതാണെന്ന് വേണമെങ്കിൽ പറഞ്ഞു പിടിപ്പിക്കാം. ഇത് മനസ്സിലാക്കിയ യോഹന്നാൻ തുടക്കത്തിലേ പറഞ്ഞു. എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. അപ്പൊ യേശു കർത്താവ് സൃഷ്ടിക്കപ്പെട്ടവനല്ല, അവൻ ദൈവത്തോടുകൂടെ നിത്യമായി വാണ ഒരു നിത്യ ദൈവമാണ് എന്നാണ് അപ്പോസ്തലനായ യോഹന്നാൻ രണ്ടാം വാക്യത്തിലും പറയുന്നത്. അവിടെ മൂന്നാം വാക്യത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ പറയുന്നത് സകലതും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. രണ്ട് പ്രധാനമായ സത്യങ്ങളാണ് അവിടെ കാണാൻ പറ്റുന്നത്. ആണോ? എന്ന് പറഞ്ഞാൽ the word is not a creature. ദൈവവചനം ഉദ്ദേശിച്ചത് ഈ ബൈബിൾ അല്ല കേട്ടോ. ഇതിന്റെ സ്രോതസ്, ഉറവിടം, സാക്ഷാൽ വചനമായവൻ, അതൊരു സൃഷ്ടി അല്ലെന്നാ പറയും. അത് പുത്രനാണ്. അവനിലൂടെയാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടത്. അവൻ സൃഷ്ടിയുടെ ഭാഗമല്ല, അവനാൽ സകലതും ഉളവായി, അവനിൽ നിന്ന് സകലതും വരുന്നു. അവനെ കൂടാതെ ഒന്നും ഉളവാകുന്നില്ല. അതാണ് പറയുന്നത്, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതില്ല. നമ്മൾ കൊലോസ്യ ലേഖനം വായിക്കുമ്പോൾ 1:16 എന്താ വായിക്കുന്നത്? കൊലോസ്യ ലേഖനം 1:16, കൊലോസ്യൻസ് ചാപ്റ്റർ 1:16 പറയുകയാണ്, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരം, അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടു. കണ്ടോ? സകലതും ക്രിസ്തു മൂലം, പുത്രൻ മൂലം സൃഷ്ടിക്കപ്പെട്ടു എന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8:6 വാക്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അവിടെ ഇത് തന്നെ പറയുന്നു, അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമുമാകുന്നു എന്നാ പറയുന്നത്. അപ്പൊ സകലത്തിനു മുൻപേ ഉള്ളവൻ. അപ്പം ഒരു ചിന്ത, ഈ കർത്താവ് ഗലീലയിൽ കൂടെ നമ്മൾ നടക്കുന്ന പോലെ ഈ റോഡിൽ കൂടെ നടന്ന ഒരു വ്യക്തിയാണോ? ഇവനാണോ വിശപ്പ് സഹിച്ച് അത്തിയുടെ ഫ്രണ്ടിൽ വന്ന് നിന്നത്? ഇവനാണോ ശാരീരികമായി ക്ഷീണമേറ്റത്? ഇവനാണോ ലാസറിന്റെ കല്ലറയിൽ വന്ന് കണ്ണീർ വാർത്തത്? ഈ കർത്താവാണോ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചത്? ഈ കാണുന്ന ഗാലക്സികളെയും, ആറ്റംസിനെയും, മോളിക്യൂൾസിനെയും, അമീബയെയും, മനുഷ്യന്റെ ദൃഷ്ടിയിൽപ്പെടാത്ത സകല ജീവജാല ജന്തുക്കളെയും സൃഷ്ടിച്ച ഇവനാണോ ഈ ഗലീലയിൽ കൂടെ നടന്നു പോകുന്നത്? ദിസ് ഇസ് എ വെരി ബിഗ് ഗ്യാപ്പ് ടു അണ്ടർസ്റ്റാൻഡ്.
ഇത് പെട്ടെന്ന് ഒരു മനുഷ്യന്റെ തലയ്ക്കകത്ത് ഉൾക്കൊള്ളാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഈ വെളിപ്പാടാണ് യോഹന്നാന് നമുക്ക് തിരുവെഴുത്തിലൂടെ നൽകുന്നത്. ഈ സർവശക്തനായ ദൈവമാണ് നിങ്ങൾ ഈ കാണുന്ന യേശു കർത്താവ്. സ്തോത്രം. 4-ാം വാക്യത്തിൽ നമ്മൾ വരുമ്പോൾ അവിടെ കാണുന്നത് നമ്മൾ വായിച്ചല്ലോ, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അല്ലേ? അത് കഴിഞ്ഞ് 5-ാം വാക്യം, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കി. 2 വാക്ക് അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ഒന്ന് ജീവൻ, രണ്ടാമത്തെ ഭാഗം വാക്ക് ലൈറ്റ്, വെളിച്ചം. ഈ ജീവന് ഗ്രീക്കില് സോയി എന്നാ പറയുന്നത്. ZOE, സോയി, സോയി. അപ്പൊ ഈ ജീവൻ എന്ന് പറയുന്നത് കർത്താവ് ഏതെങ്കിലും ഉയരത്തിൽ നിന്ന് നമുക്ക് ഗിഫ്റ്റ് തന്ന ഒന്നല്ല, നമുക്കൊരു സമ്മാനമായിട്ട് തന്ന ഒന്നുമല്ല. അവനിലാണ് ജീവനുള്ളത് എന്നാ പറയുന്നത്. അവനിലാണ് ജീവൻ, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്. 4-ാം വാക്യം, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവനെ കൂടാതെ ഒരു ജീവിതം നമുക്ക് നടക്കത്തില്ല, ഒരു എക്സിസ്റ്റൻസ് ഇല്ല. എവിടെ? നിത്യതയോടുള്ള ബന്ധത്തിൽ. നമ്മൾ ലോകത്തിൽ നമ്മൾ പലരും ജീവിക്കുന്നു, ജനിക്കുന്നു, അനേക ആൾക്കാർ മരിച്ചു പോകുന്നു, അതൊക്കെ ശരിയാ. ബയോളജിക്കലി ഫങ്ഷൻസ് എല്ലാം നടക്കുന്നുണ്ട്, ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. പക്ഷെ യോഹന്നാൻ പറയുക, യഥാർത്ഥ നിത്യജീവൻ നൽകുവാൻ കഴിവുള്ള ഒരുവൻ മാത്രം, യേശു കർത്താവ്. അതിതാ ക്രിസ്തുയേശുവിൽ വാഴുകയും. യോഹന്നാൻ 3:6 നിങ്ങൾ വായിച്ചു നോക്കിയാൽ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുക. അപ്പൊ യേശു കർത്താവിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ ലോകത്തിന് നിത്യജീവൻ ലഭിക്കത്തുള്ളൂ. യോഹന്നാൻ 5:24 അതാ പറയുന്നത്, വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടെന്നാ പറയുന്നത്. യോഹന്നാൻ 17:2 എന്താ പറയുന്നത്? നീ അവന് നൽകിയിട്ടുള്ള എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കുന്നു. യോഹന്നാൻ 20:31 യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് എന്തുണ്ടാകണം? നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് എഴുതിയിരിക്കും. പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ സേവിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത, അവൻ ജീവൻ നൽകുന്ന ദൈവമാണ്, നിത്യജീവൻ നൽകുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അവന്റെ രണ്ടാമത്തെ പ്രത്യേകത അവിടെ തന്നെ പറയുന്നത് വെളിച്ചം എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവത്തിന്റെ വെളിപ്പാടാണ്. അവൻ തന്നെ തന്നെത്താൻ വെളിപ്പെടുത്തുകയാണ്. ഞാനാണ് വെളിച്ചം. സങ്കീർത്തനം 27:1 എന്താ പറയുന്നത്? ദ ലോർഡ് ഈസ് മൈ ലൈറ്റ്, യഹോവ എന്റെ വെളിച്ചം. അവന്റെ സാന്നിധ്യം വരുമ്പോൾ ഇരുട്ട് മാറിപ്പോവുകയാണ്. ഈ വെളിച്ചമായവൻ വരുമ്പോൾ പിന്നെ ഇരുട്ടിന് യാതൊരു സ്ഥാനവുമില്ല, അല്ലേ? അവിടെ എന്താ നമ്മൾ വായിച്ചത്? ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഓവർകം, കാറ്റലബാൻ എന്നാ പറയുന്നത്. കാറ്റലബാൻ, ഓവർകം. ഇരുട്ടിന് ഓവർകം ചെയ്യുവാൻ കഴിയാതെ വണ്ണം വെളിച്ചത്തിന്റെ ശക്തി അതിഭയങ്കരമാണ്. വെളിച്ചത്തിന്റെ ഒരു കണിക വന്നാൽ മതി, എത്ര വലിയ ഇരുട്ടും മാഞ്ഞു പോകുവാനിടയായിട്ട്. യോഹന്നാൻ പറയുക, ഇവനാണ് സാക്ഷാൽ വെളിച്ചം, ഇവനാണ് സാക്ഷാൽ വെളിച്ചം. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 8:12 നമ്മൾ വായിച്ചാൽ എന്താ വായിക്കുന്നത്? ഒരു വാക്യം, 1-2 വാക്യം മാത്രം നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ ഞാൻ പറയാം. യോഹന്നാൻ 8:12 യേശു പറയുകയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായിത്തീരും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ വെളിച്ചത്തെ കെടുത്താൻ വേണ്ടി കർത്താവ് ഈ ഭൂമിയിൽ വന്ന കാലം മുതലേ ലോകത്തിന്റെ പൈശാചിക ശക്തികൾ വല്ലാതെ ശ്രമിക്കുന്നുണ്ട്. റോമ ഗവൺമെന്റ് മുതൽ, ഈ കാലത്തെ നിരീശ്വരവാദികൾ മുതൽ, സകല ക്രിസ്തുവിനോട് എതിർത്ത് നിൽക്കുന്നവർ, അനേക ഭരണകൂടങ്ങൾ ശ്രമിക്കുന്ന ഒറ്റ ശ്രമമേ ഉള്ളൂ, വല്ല വിധേന ഈ വെളിച്ചത്തെ കെടുത്താൻ ശ്രമിക്കും. പക്ഷെ കഴിഞ്ഞ 2000 ആണ്ടായിട്ട്
ഈ വെളിച്ചം ഇന്നും വളരെ ശക്തിയോടെ പ്രകാശിച്ചുകൊണ്ടിരിക്കുക. അവന്റെ അന്ധകാര ശക്തികൾക്കൊന്നും ഈ വെളിച്ചത്തെ മൂടിക്കളയുവാൻ, ഇതിനെ ഇരുട്ടാക്കുവാൻ കഴിയാതെ വണ്ണം ക്രിസ്തുയേശുവിന്റെ വെളിച്ചം വളരെ ശക്തിയോടെ പ്രകാശിച്ചുകൊണ്ടിരിക്കും. അല്ലേ? The light is still shining so bright. ഒന്ന് രണ്ട് വാക്യം കൂടി നിങ്ങൾ അതിനു വേണ്ടി എഴുതി വെക്കുക. 9-ാം അധ്യായം 5-ാം വാക്യം, 12-ാം അധ്യായം അതിന്റെ 36-46 വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒത്തിരി വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് മുമ്പോട്ട് കടന്നു പോകുന്നു. തുടർന്ന് 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. 6 മുതൽ 9 വരെ മലയാളത്തിലും തമിഴിലും. 6 മുതൽ 9. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്നു പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന്. അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവൻ യോഹന്നാൻ എന്നു പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ വന്നു. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടിയിരുന്നവൻ അത്രേ. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 6-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. നിങ്ങൾ ഈ വാക്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വേദഭാഗമാണ്. കാരണം ഇതിന്റെ ഇൻട്രൊഡക്ഷനും ഇതിന്റെ 14-ാം വാക്യം വരുമ്പോഴത്തേന് യേശുവിന്റെ ജഡാവതാരത്തെ കുറിച്ചാണ് പറയുന്നത്. കർത്താവിന്റെ ഇൻകാർണേഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈ ഇൻട്രൊഡക്ഷനും ഇൻകാർണേഷന്റെ ഇടയ്ക്ക് പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാന ഭാഗമാണ് യോഹന്നാൻ സ്നാപകന്റെ കാര്യം. എന്തുകൊണ്ടായിരിക്കും യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ഇതിന്റെ ഇടയിൽ കൊണ്ട് ചേർത്ത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 3 പ്രധാനപ്പെട്ട കാരണങ്ങൾ അതിന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഒന്ന്, ഈ കാലഘട്ടം ആയപ്പോഴത്തേന് ഒരു പ്രത്യേക സെക്ട്, ഒരു വിഭാഗം ഈ യഹൂദന്മാരുടെ ഇടയിൽ രൂപപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഈ യോഹന്നാൻ സ്നാപകൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതിനു ശേഷം ഒരു കൂട്ടം ശിഷ്യന്മാർ അവന്റെ ഫോളോവേഴ്സ് ആയിട്ട് മാറി. ഒരു കൂട്ടം ഡിസൈപ്പിൾസ് അവന്റെ ഫോളോവേഴ്സ് ആയി. അല്ലെ? അവർ വിശ്വസിച്ചുകൊണ്ടിരുന്നത് ഈ യോഹന്നാൻ സ്നാപകനായിരിക്കും മശിഹ എന്നാണ്. കാരണം അവർ ദീർഘവർഷങ്ങളായിട്ട് ഒരു മശിഹയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അപ്പൊ ഇവനായിരിക്കും ഒരു മശിഹ എന്ന് വെച്ച് അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ഒരു തെറ്റിദ്ധാരണ കറക്റ്റ് ചെയ്യണം. ഈ തെറ്റിദ്ധാരണ കറക്റ്റ് ചെയ്യാൻ വേണ്ടി യോഹന്നാൻ അപ്പോസ്തലൻ ഈ ഒരു ലേഖനത്തിൽ ഈ സുവിശേഷത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ പറയുക. ആദ്യത്തെ ഭാഗത്ത് തന്നെ അവൻ കറക്റ്റ് ചെയ്യുക. അല്ലെ? യോഹന്നാനെ കുറിച്ച് തന്നെയാണ് അവിടെ പറയുന്നത്. യോഹന്നാനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയുന്നത്. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ഇവൻ വെളിച്ചമായിരുന്നില്ലെന്നാ പറയും. ഹി വാസ് നോട്ട് ദ ലൈറ്റ്. അവനല്ല വെളിച്ചം. കാരണം ജനത്തിന്റെ മനസ്സിൽ ഒരു തെറ്റിദ്ധാരണ വന്നു കിടന്നു, ഇവനായിരിക്കും വെളിച്ചം, ഇവനായിരിക്കും ഞങ്ങളെ രക്ഷിക്കുന്നത്. അപ്പൊ ഒരു ഹിസ്റ്റോറിക്കൽ കറക്ഷൻ ഈ തുടക്കത്തിൽ തന്നെ അപ്പോസ്തലനായ യോഹന്നാൻ അവിടെ നടത്തുകയും. അപ്പൊ ഇവിടെ ഒരു തിയോളജിക്കലി നമ്മൾ ഇതിനെ മനസ്സിലാക്കിയാൽ, യോഹന്നാൻ അപ്പോസ്തലൻ ഈ യോഹന്നാൻ സ്നാപകൻ എടുത്തുകൊണ്ട് മനസ്സിലാക്കി തരുന്നത്, ഇവൻ മനുഷ്യരുടെ എന്താ പറയാ മനുഷ്യരുടെ ഭാഗത്തു നിന്ന് ഇവനൊരു സാക്ഷിയായി മുന്നോടിയായി വന്നവനാണ് ഈ യോഹന്നാൻ സ്നാപകൻ എന്ന്. എന്നാൽ യഥാർത്ഥ വെളിച്ചം യേശു കർത്താവാണ് എന്ന് തുടർന്നുള്ള വാക്യത്തിൽ താൻ വെളിപ്പെടുത്തി. അപ്പൊ എല്ലാ പ്രവാചകന്മാരും പ്രാസംഗികരും പാസ്റ്റർമാരും ചരിത്രത്തിൽ വന്നവരൊക്കെ ഈ യോഹന്നാന്റെ സൈഡിൽ നിൽക്കുക. ഏത്? യോഹന്നാൻ സ്നാപകന്റെ വശത്ത് നിന്നുകൊണ്ട് പറയുകയാണ്. എന്താ പറയുന്നത്? ഞങ്ങളൊക്കെ സാക്ഷികളാണ്, ഞങ്ങൾ സാക്ഷികളാണ്. യഥാർത്ഥ ഇടയൻ, യഥാർത്ഥ വെളിച്ചം, യഥാർത്ഥ ദൈവം യേശു കർത്താവ്. നമ്മുടെ വചനത്തിൽ കാണുന്നുണ്ട്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ.
അപ്പൊ യോഹന്നാൻ സ്നാപകനും നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. അവനല്ല മശിഹ എന്നാ അവിടെ പറയുന്നത്. അവൻ സാക്ഷിയായി, സാക്ഷ്യത്തിന് വേണ്ടി വന്നു എന്നാ പറയുന്നത്. സാക്ഷിയായി വന്നു, അല്ലെ? വിറ്റ്നസ്, മാർട്ടൂറിയോ എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ പറയുന്നത്. വിറ്റ്നസ്, വിറ്റ്നസ് ആൻഡ് ടെസ്റ്റിഫൈ. എന്താണ് വിറ്റ്നസും ടെസ്റ്റിഫൈയുടെ വ്യത്യാസം? വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു സംഭവം കണ്ടു, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് കണ്ടു. ഒരു ജനൽ, വീട്ടിലിരിക്കുമ്പോൾ എന്റെ ജനൽ തുറന്നപ്പോൾ ഞാൻ റോഡിൽ ഒരു ആക്സിഡന്റ് കണ്ടു. സോ ഐ ആം എ വിറ്റ്നസ്. ഇനി ഞാൻ കോർട്ടിൽ പോയി. കോർട്ടിൽ പോയപ്പോൾ കോടതിയിലെ ജഡ്ജി എന്നെ വിളിക്കുന്നു, നീ എന്താണ് കണ്ടത്? ഞാൻ അവിടെ കാര്യം പറയുക. ഞാൻ ജനലിൽ കൂടെ നോക്കിയപ്പോൾ ഒരു വാഹനം ഇങ്ങനെ വരുന്നത് കണ്ടു, മറ്റൊരു വശത്തു നിന്ന് വേറൊരു വാഹനം വരുന്നത് കണ്ടു. ഇത് തമ്മിൽ കൂട്ടിയിടിച്ചു. അവിടെ ഉണ്ടായ അപകട സാധ്യതകൾ, അവിടെ എത്ര പേർക്ക് പരിക്കേറ്റു, ഇതെല്ലാം കണ്ട് ഞാൻ കോടതിയിൽ വിളിച്ചു പറയുക. ദാറ്റ് ഈസ് ടെസ്റ്റിഫൈ. ഇതാണ് ഇതിന്റെ രണ്ടിന്റെ വ്യത്യാസം. അപ്പൊ ഈ ഒരു കോടതി മുറിയിൽ യോഹന്നാൻ സ്നാപകൻ നിന്നുകൊണ്ട് യേശുവിനെ വിറ്റ്നസ് ചെയ്തവൻ ടെസ്റ്റിഫൈ ചെയ്യുന്ന ഭാഗമാണ്. അതാണ് യോഹന്നാൻ പറയുന്നത്, ഇവനാണ് സാക്ഷാൽ വെളിച്ചം, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ഇവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. യേശുവിന്റെ വരവ് കണ്ടിട്ട് യോഹന്നാൻ ബാക്ക് സ്ലൈഡ് ആയിട്ട് മാറി നിന്നേച്ച് പറയുക, നിങ്ങളുടെ മനസ്സിലുണ്ടായ തെറ്റിദ്ധാരണയിൽ നിങ്ങൾ പലപ്പോഴും ഞാനാണ് മശീഹ എന്ന് തെറ്റിദ്ധരിച്ചു. എന്നാൽ ഞാനല്ല, ഞാൻ ഇവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ യോഗ്യനല്ല. നിങ്ങൾ അങ്ങോട്ട് നോക്ക്, അവനാണ് രക്ഷകൻ. അപ്പൊ യോഹന്നാൻ സ്നാപകൻ അറിയാമായിരുന്നു അവൻ ആരാണെന്നും താൻ ആരല്ലെന്നും അറിയാം, അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റും, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരുമില്ല. ഇവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവത്തെ മഹത്വപ്പെടുത്തി. യോഹന്നാൻ പറയുകയാ, ഞാനല്ല വെളിച്ചം, ഇവനാണ് വെളിച്ചം, യേശുവാണ് വെളിച്ചം. നമ്മുടെ പ്രസംഗങ്ങളിലും നമ്മളുടെ പഠിപ്പിക്കലിനകത്തും ഹൈലൈറ്റ് ചെയ്ത്, എംഫസൈസ് ചെയ്ത്, ഫോക്കസ് ചെയ്ത് നിഴലിച്ച് നിൽക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തു ആയിരിക്കും. പലരും സ്വന്തം ഫെയിമിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ന് പകൽക്കാല യോഹന്നാൻ സ്നാപകനെ പോലെ കർത്താവിനെ ഉയർത്തി കാണിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാണ്. അതാണ് നമ്മള് 9-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഇനി 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന, അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരമുള്ളതായി, ലോകമോ അവനെ അറിഞ്ഞില്ല. ഇത് വലിയ ഒരു നിരാശയുള്ള ഒരു വേദഭാഗമാണ്. 10 മുതൽ 13 വരെയുള്ള ഒരു വാക്യം നിങ്ങൾ നോക്കിയാൽ, അവൻ സ്വന്തത്തിലേക്ക് വന്നു. 11-ാം വാക്യം, സ്വന്തമായവരും അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പൊ ഇവിടെ പറയുന്ന ലോകം എന്ന് പറയുന്നത് കോസ്മോസ് എന്ന വാക്കാണ്, കോസ്മോസ്. അപ്പൊ ഈ കോസ്മോസ് എന്ന് പറയുമ്പോൾ പ്ലാനറ്റ് എന്നൊരു അർത്ഥത്തിലല്ല, എന്ന് പറഞ്ഞാൽ ഈ യൂണിവേഴ്സൽ സിസ്റ്റത്തെ അല്ല ഇവിടെ ഈ ലോകം എന്ന് പറയുന്നത്, ഹ്യൂമൻ സിസ്റ്റത്തെയാ പറയുന്നത്. യൂണിവേഴ്സിനെ പറയുന്ന ഭാഗം വേറെ നമുക്ക് വായിക്കാൻ കഴിയും. നാളെ ഈ കോണ്ടെക്സ്റ്റിന്റെ ബേസിൽ നമ്മൾ വായിക്കുമ്പോൾ ഇതൊരു ഹ്യൂമൻ സിസ്റ്റത്തെയാ പറയുന്നത്. 78 പ്രാവശ്യം ഈ കോസ്മോസ് എടുത്തു പറഞ്ഞിട്ടുണ്ട് പുതിയ നിയമത്തിൽ. 78 പ്രാവശ്യം, അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്ന 10-ാം വാക്യം, അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകമോ അവനെ അറിഞ്ഞില്ല. നോക്കണേ, ഈ ലോകത്തെ സൃഷ്ടിച്ചവരെ, അവൻ ഈ ലോകത്തിൽ വന്നപ്പോൾ ഈ ലോക സൃഷ്ടാവിനെ ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇതിൽ പല നിരാശ എന്തുണ്ട്, അല്ലേ? ഈ ലോക സൃഷ്ടാവായ കർത്താവ്
ഈ ലോകത്തിൽ വന്നിട്ട് ഓരോ വാതിലിലും വന്ന് മുട്ടുകയാ. പക്ഷെ ലോകം അവന് വേണ്ടി വാതിൽ അടച്ചു കളഞ്ഞു. ഇന്നും ആ കർത്താവ് അനേകരുടെ ഹൃദയവാതിൽ മുട്ടുന്നുണ്ട്. സ്തോത്രം. ഈ ഹൃദയവാതിൽ തുറന്നവരൊക്കെ ഈ ദൈവ സന്തോഷം പ്രാപിച്ചിട്ടുണ്ട്, ഈ ആത്മസന്തോഷം പ്രാപിച്ചിട്ടുണ്ട്. അവന്റെ ജനനം പോലും നമുക്കറിയാം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കീറ്റുശീലയിൽ ചുറ്റിക്കിടന്ന ഒരു ഉണ്ണിയേശുവിനെ ലൂക്കോസ് സുവിശേഷകൻ വരച്ചു കാണിക്കുന്നുണ്ട്. മലയാളത്തിൽ ഒരു പാട്ടുകാരൻ ഇങ്ങനെ പറയും, തന്റെ വരികൾ എഴുതിയിട്ടുണ്ട്: പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, നിന്റെ ക്ലിഷ്ടമാം കിടപ്പ് കണ്ടു ഞാൻ എന്നൊരു ഭാഗം മലയാള പാട്ടുപുസ്തകത്തിലുണ്ട്. എന്തായാലും അർത്ഥം എന്നറിയോ? പട്ടുനൂൽ പുഴുവിനെ സൃഷ്ടിച്ച മഹാനായ ദൈവമേ, ഈ ലോകത്തിലെ ജനം ഈ പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ടെടുത്ത് നല്ല സാരിയൊക്കെ ഉടുക്കുമ്പോൾ, പട്ടിന്റെ വസ്ത്രം കൊണ്ട് രാജധാനികളും ഇതൊക്കെ വിരിച്ച് വൻമാളികകൾ വിരിച്ചൊരുക്കുമ്പോൾ, ഈ പട്ടുനൂലിന്റെ സൃഷ്ടാവായ ദൈവമേ, നിനക്കൊരു കീറ്റുശീല പോലും, പട്ടിന്റെ ഒരു തുണിയുടെ കഷ്ണം പോലും നിനക്കാരും തന്നില്ലല്ലോ എന്നാണ് പാട്ടിന്റെ അർത്ഥം. ദൈവത്തിന് മഹത്വം. അതാണ് ലോകത്തിലേക്ക് വന്നു, ലോകമോ അവനെ അറിഞ്ഞില്ല. എന്താ പറയാ? അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവരെ കൈക്കൊണ്ടില്ല. ഇസ്രായേൽ ജനത്തെയാണ് ഇവിടെ ആദ്യത്തെ എംഫസൈസ് ചെയ്ത് പറയുന്നത്. സ്വന്തമായവർ, ഹിസ് ഓൺ പീപ്പിൾ. ഇസ്രായേൽ കവനന്റ് ലഭിച്ച, ഉടമ്പടിയുള്ള ദൈവജനം, ന്യായപ്രമാണം ലഭിച്ചവർ, പ്രവാചകന്മാരുള്ളവർ, ദൈവാലയമുള്ളവർ, സങ്കീർത്തനങ്ങൾ ലഭിച്ചവർ, വാഗ്ദത്തം ലഭിച്ചവർ, ഇവരുടെ മധ്യത്തിലേക്ക് മശിഹ കടന്നു വരികയാ. അവർ മശിഹയ്ക്ക് വേണ്ടി കാത്തിരിക്കുക ദീർഘവർഷങ്ങൾ. എന്നാൽ മശിഹ അവരുടെ മധ്യത്തിൽ വന്നപ്പോൾ അവർ വാതിൽ അടച്ചു കളയുകയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ഈ കർത്താവ് നമ്മളുടെ ഹൃദയത്തിലും വന്നു മുട്ടുന്നുണ്ട് കേട്ടോ. ഈ സ്വർഗീയ സന്തോഷം പ്രാപിക്കുവാൻ ഭാഗ്യം ചെന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുക. അതിന്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്ന: അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അപ്പൊ ഒരു കൂട്ടം ജനം അവന് വാതിൽ അടച്ചപ്പോൾ ഇത് തുറന്നു കൊടുത്തവർക്ക് ലഭിച്ച പദവിയാണ് ചിൽഡ്രൻ ഓഫ് ഗോഡ്. സ്തോത്രം. സ്വന്തമായവർ അവരെ തള്ളിക്കളഞ്ഞപ്പോൾ, യാതൊരു യോഗ്യതയുമില്ലാത്ത നമ്മളുടെ ഉള്ളിൽ നമ്മൾ ഹൃദയ കവാടങ്ങളെ അവന് വേണ്ടി തുറന്നു കൊടുത്തപ്പോൾ, ഒരു യോഗ്യതയുമില്ലാത്ത നമ്മൾക്ക് ലഭിച്ച വലിയ പദവിയാണ് എന്നെ അവൻ ദൈവ വൈതലാക്കി മാറ്റി. ഇത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. നമ്മള് ഈ കുലത്തിൽപ്പെട്ടവരല്ലായിരുന്നോ? യഹൂദന്മാരുമായിട്ട് യാതൊരു സംബന്ധമില്ലാത്തവരായിരുന്നു. കാട്ടൊലിവായി കിടന്ന നമ്മളെ ഈ നാട്ടൊലിവരോട് ഒട്ടിച്ചു ചേർത്ത ദൈവസ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലും അല്ല. എന്താ പറയുന്നത്? ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്, ദൈവത്തിൽ നിന്നത്രേ. ബോൺ അഗെയിൻ. ഈ കാഴ്ചപ്പാട് ഈ യഹൂദന്മാർക്കോ അന്നുള്ളവർക്കൊന്നും മനസ്സിലാകുന്നില്ല. നിക്കോദിമോസിനോട് ചോദിക്കുന്നത്, നീ വീണ്ടും ജനിക്കണം. നിക്കോദിമോസ് പറയുക, ഞാനിനി എങ്ങനെ വീണ്ടും ജനിക്കും? സ്തോത്രം. ഇത് വിശ്വാസത്താൽ സംഭവിക്കുന്നത് ഒന്നാണ്. ന്യൂ ബർത്ത്. നിന്റെ ഹൃദയ കവാടം തുറന്നു കൊടുക്കുമ്പോൾ, യേശുവിന് വേണ്ടി ഹൃദയ കവാടം ഒരുവൻ തുറന്നു കൊടുത്താൽ, അവനിൽ വസിക്കുന്ന ഒരു ദൈവസ്നേഹമാണ് ക്രിസ്തു. ഇത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നടക്കുന്നതല്ല, ദൈവമാണ് നമ്മളുടെ ഉള്ളിൽ ക്രിയ ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുന്നത് ദൈവം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരും, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ദൈവത്തിന് എത്രമാത്രം സ്ഥാനം കൊടുത്തിട്ടുണ്ട്?
എത്രമാത്രം അവൻ എന്നിൽ വാഴുന്നുണ്ട് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ 14 മുതൽ 18 വരെയുള്ള വേദഭാഗമാണ് അവസാനം നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത്. അത് അതിന്റെ 14-ാം വാക്യം ഇങ്ങനെ വായിക്കുന്ന: വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർന്നു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായിട്ട് കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഇത് കർത്താവിന്റെ കാലമായപ്പോഴത്തേന് ഈ ഗ്രീക്കിന്റെ അല്ലെങ്കിൽ ഈ യവനായ ഭാഷ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. യവനായ ഭാഷ ഒത്തിരി സ്വാധീനിച്ച ഒരു കാലത്താണ് നമ്മുടെ കർത്താവ് ജീവിച്ചിരുന്നത്. അപ്പൊ അന്ന് പ്രധാനമായ 3 സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ടായിരുന്നു. ഒന്ന് ഏതൻസില്, ഒന്ന് യെരുശലേമില്, ഒന്ന് ഈജിപ്തില്. ഗ്രീസിലുള്ള ഏതൻസിലെ സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നാൽ അവര് ഭയങ്കര മാത്തമാറ്റിക്കലും ഫിലോസഫിയിലും വളരെ അഗ്രഗണ്യനായിരുന്നു, അല്ലെ, ഏതൻസിന്റെ ആ കാലത്തെ പഠനം. എന്നാൽ യെരുശലേമിൽ തോറയുടെ ഇന്റർപ്രിട്ടേഷൻ, തോറയുടെ വ്യാഖ്യാനത്തിൽ യെരുശലേം ഭയങ്കര ഫേമസ് ആയിരുന്നു. ഇനി ഈജിപ്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈജിപ്തിലെ അലക്സാൻഡ്രിയയിൽ ഈ മതത്തിന്റെ താരതമ്യ പഠനം, കമ്പാരിസൺ ഓഫ് വേരിയസ് റിലീജിയൻസ്, ഈ പഠനത്തിൽ അലക്സാൻഡ്രിയ വളരെ ഫേമസ് ആയിരുന്നു. അലക്സാൻഡ്രിയ ലൈബ്രറി ഒക്കെ ഇന്നും ചരിത്രത്തിൽ വളരെ ഫേമസ് ആണ്. അപ്പം ഈ ഗ്രീക്ക് സംസ്കാരം യഹൂദന്മാരെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഹെലനിസ്റ്റിക് ജ്യൂസ് വന്നത്. യവനായ യഹൂദന്മാർ, ഹെലനിസ്റ്റിക് ജ്യൂസ്, അവരൊത്തിരി ഫോം ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു അത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത് ഈ ലോഗോസ് ആണ് ദൈവം എന്ന് പറയാനും കാരണം അതാ. ഈ ലോഗോസ് പേഴ്സോണിഫൈഡ് ചെയ്ത് വ്യക്തിയായിട്ട് മാറിയതാണ് ആര്? യേശു കർത്താവ്. യഥാർത്ഥ വചനം പേഴ്സോണിഫൈഡ് ആയി, ലോഗോസ് ഹി ആയി മാറി. മനസ്സിലായോ? അതാണ് 14-ാം വാക്യത്തിൽ വായിക്കുന്ന: വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ പാർത്തു. എന്നിട്ട് പറയുക, ഞങ്ങൾ അവന്റെ തേജസ് എന്ത് ചെയ്തു? പിതാവിൽ നിന്ന് ഏകജാതനായവനെ തേജസ്സായിട്ട് കണ്ടു. നിങ്ങൾ ആ വാക്യം 14-ാം വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കണം. അവിടെ പറയുന്നത് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ പാർത്തു. ഇപ്പൊ സത്യം മാത്രം ചെയ്യുന്ന ഒരാളാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു അപകടമാണ്, ഭയമാണ് നമുക്ക്. ആണോ? സത്യം മാത്രം ചെയ്യുന്ന ഒരു ഓഫീസറിന്റെ കൂടെ നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, നമുക്കറിയാം നമ്മുടെ ലൈഫിൽ വരുന്ന പോരായ്മകൾ. എന്റെ ചെറിയ ചെറിയ വിഷയങ്ങൾക്കും എനിക്ക് എന്ത് കിട്ടിക്കൊണ്ടിരിക്കും? എനിക്ക് അടി കിട്ടിക്കൊണ്ടിരിക്കും. കാരണം ഓഫീസർ സത്യം മാത്രമേ ചെയ്യത്തുള്ളൂ. അവന് സത്യം അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ സത്യം മാത്രത്തിന്റെ കൂടെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഭയമാ, എനിക്ക് നടക്കാൻ പേടിയാ. കാരണം ഞാന് പോരായ്മയുള്ളവന്, ഈ ലോകത്തിൽ എന്നിൽ കുറവശങ്ങൾ വരാൻ സാധ്യതയോ. എനിക്കൊരിക്കലും ഈ സത്യം മാത്രം ചെയ്യുന്നവന്റെ കൂടെ നടക്കാൻ എപ്പോഴും കഴിഞ്ഞെന്ന് വരത്തില്ല. എന്നാൽ ഇവിടെ ഈ കർത്താവിന്റെ മറ്റൊരു ക്വാളിറ്റിയും കൂടെ ഒന്നാമത് ചേർത്തേക്കും. എന്താണെന്നറിയോ? കൃപയും. അപ്പൊ ഈ സത്യത്തിന്റെ കൂടെ കൃപയൂടെ വന്നപ്പോൾ എന്റെ ഭയം മാറുകയാണ്. അപ്പൊ കൃപ എടുത്ത് ആദ്യം വെച്ചു, കൃപയും സത്യവും. ആണോ? അപ്പൊ എന്റെ കുറവുകൾ കാണുമ്പോൾ എന്റെ കൂടെ എന്നെ ഗൈഡ് ചെയ്യുന്നവൻ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു പോലീസ് ഓഫീസർ ആയിക്കോട്ടെ, ഇദ്ദേഹത്തെ ഞാൻ ഭയപ്പെടുക, അദ്ദേഹം സത്യം മാത്രം ചെയ്യുന്നവനാണെങ്കിൽ എനിക്ക് പേടിയാ. പക്ഷെ പോലീസ് ഓഫീസർ എന്താ ചെയ്തെന്നറിയാമോ? അവൻ കൃപയുള്ളവനും കൂടെ ആയിരുന്നു. ഞാൻ ചെയ്ത തെറ്റിന് ഈ പോലീസ് ഓഫീസർ എന്ത് ചെയ്തു? അവൻ എനിക്ക് വേണ്ടി പെനാൽറ്റി അടിക്കുക. എന്റെ കുറവശങ്ങൾക്ക് വേണ്ടി, ഞാൻ ചെയ്ത മിസ്റ്റേക്കിന് എനിക്ക് പകരം പെനാൽറ്റി കൊടുക്കുക. അപ്പൊ എനിക്ക് പകരം ഞാൻ അനുഭവിക്കേണ്ടിയ അല്ലെങ്കിൽ ഞാൻ പേ ചെയ്യേണ്ടിയ പെനാൽറ്റി എനിക്ക് പകരം ഒരാൾ ചെയ്യുകയാണ്. എന്നിൽ വീണ്ടും തെറ്റ് വന്നപ്പോൾ വീണ്ടും അവൻ പെനാൽറ്റി കൊടുത്തു. അപ്പൊ ഈ ഓഫീസറിന്റെ കൂടെ ഞാൻ നിരന്തരം യാത്ര ചെയ്യുന്നത്. അപ്പൊ കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവമേ, ഞാൻ ചെയ്ത തെറ്റിനാണല്ലോ ഇദ്ദേഹം പെനാൽറ്റി ചെയ്യുന്നത്.
ഇനി മുതൽ എന്നിൽ ഒരു കറക്ഷൻ ആവശ്യമാണ്. ഈ ഓഫീസറിന്റെ കൂടെ നടന്ന് മുമ്പോട്ട് പോകും തോറും എന്നിൽ ഉണ്ടാകുന്ന തെറ്റിന്റെ അളവ് ഞാൻ കുറയ്ക്കാൻ തുടങ്ങി. ഞാൻ കുറച്ചുകൂടി വിശുദ്ധനായി ജീവിക്കാൻ തുടങ്ങി. ഇതാണ് കർത്താവിന്റെ കൂടെ നടന്നാലുള്ള ഒരു വ്യത്യാസം. അവൻ സത്യം മാത്രമല്ല, അവൻ കൃപയും കൂടെ ഉള്ളവനാണ്. ഈ കർത്താവിന്റെ കൂടെ നടന്ന് എന്റെ ആത്മീയ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ എന്റെ ജീവിതത്തിന്റെ കുറവശങ്ങളൊക്കെ ഓരോന്ന് കറക്റ്റ് ചെയ്ത് എന്നെ അവൻ ക്രിസ്തുവിനോളം വിശുദ്ധനായി ജീവിക്കാൻ അവൻ എന്നെ പ്രേരിപ്പിക്കുകയും. ഈ മഹാസ്നേഹമാണ് എന്നെ തെറ്റിൽ നിന്ന് മാറ്റി നിർത്തുന്നത്, പാപത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. അവൻ സത്യമുള്ള ദൈവം മാത്രമല്ല, അവൻ കൃപയുള്ള ദൈവം കൂടെയാണ്. കാരണം അവൻ എന്റെ ശിക്ഷകളെ ഏറ്റെടുത്തു എന്നുള്ളത്, എന്റെ നൊമ്പരങ്ങളെ അവൻ വഹിച്ചു എന്നുള്ളതാണ്, എന്റെ വേദനകളെ അവൻ വഹിച്ചു എന്നുള്ളത്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകും. ഇതാണ് നമ്മൾ അവിടെ കാണുന്നത്. The word became flesh. സ്തോത്രം. അതല്ലേ നമ്മൾ വായിച്ചത്. ഗ്രീക്കിലെ സാർക്സ് എന്താ പറയുന്നത്? ജഡമായി തീർന്നു. ഒരു മനുഷ്യന് ഇത് അവരുടെ കൺസെപ്റ്റിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒന്നാണ് ജഡമായി തീരുക. എങ്ങനെ ഒരു ദൈവത്തിന് ജഡമായി തീരാൻ പറ്റും? പിന്നെന്താ വായിച്ചത് നമ്മളവിടെ? അവൻ നമ്മളുടെ ഇടയിൽ പാർത്തു. ഈ പാർക്ക എന്ന് പറയുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ നിന്നാണ് ഈ ആശയം വരുന്നത്. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിനകത്തൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൂടാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. കൂടാരത്തെക്കുറിച്ച് അല്ലെ? ഈ കൂടാരം വെച്ചിട്ടാണ് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത് ദൈവത്തിന്റെ ഷെക്കീന വസിച്ച സ്ഥലം. ഈ കൂടാരം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോവുകയാണ്. ഇറ്റ്സ് എ പോർട്ടബിൾ തിങ്. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിയ സ്ഥലം. യോഹന്നാൻ പറയുകയാണ്, ഇപ്പോൾ ഇതാ ഈ മരുഭൂമിയിലെ കൂടാരം ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് യേശുവിലാണ്. ഈ കൂടാരം ഇന്ന് സാർക്സ് ആയി മാറിയിരിക്കുക, ഫ്ലഷ് ആയി മാറിയിരിക്കുക. 40 വർഷം മരുഭൂമിയിലൂടെ നടന്ന ഈ ടെമ്പററി എന്താ പറയാ, ഈ കൂടാരം ഇന്ന് നിങ്ങൾക്കത് യേശുവിൽ കാണാൻ പറ്റും. ഇന്ന് നിങ്ങൾക്ക് നസ്രയത്തിലെ ഈ തച്ചനിൽ നിങ്ങൾക്ക് ഈ കൂടാരം കാണാൻ പറ്റും. The cloud of glory is now in the carpenter from heaven. From the Nazareth. ഈ നസ്രയത്തിൽ നിന്ന് വന്ന ഈ തച്ചന്റെ ഉള്ളിലാണ് ഈ കൂടാരം വസിക്കുന്നത്. അതാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. We have seen his glory. അവന്റെ മഹത്വം കാണാൻ പറ്റിയെന്ന ഡോക്സ എന്ന ഗ്ലോറിക്ക് പറയുന്നു. അവന്റെ മഹത്വം കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഒത്തു എന്ന് പറയും. നമ്മളിന്ന് 14-ാം വാക്യം വരെ ചിന്തിച്ചുള്ളൂ. തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് അടുത്ത വരുന്ന ആഴ്ച നമുക്ക് ചിന്തിപ്പാൻ ദൈവം സഹായിക്കട്ടെ. 14-ാം വാക്യം മുതൽ 18-ാം വാക്യം വരെയുള്ള ഭാഗങ്ങൾ. നമ്മുടെ സമയം ഇന്ന് കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. വരുന്ന 4 വാക്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. എന്തെങ്കിലും ഈ വിഷയത്തിൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ അവസരമുണ്ട്. ഇല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ ദൈവം സഹായിക്കും. ഇല്ല എന്ന് കരുതുന്നു. നമുക്ക് ഒരുമിച്ച് കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. പരിശുദ്ധനായി ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കും. അവിടെ ഞങ്ങളോട് സംസാരിച്ച വലിയ ദൈവകൃപകൾക്കായി സ്തോത്രം. ഈ യോഹന്നാൻ സുവിശേഷത്തിന്റെ 1-ാം ഭാഗത്തിൽ 1-ാം വാക്യം മുതൽ ഈ 14-ാം വാക്യം വരെ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ ദൈവമക്കളാക്കി തീർത്ത ദൈവകൃപകൾക്കായി നന്ദിയോട് സ്തോത്രം. യാതൊരു യോഗ്യതയുമില്ലാത്ത ഞങ്ങളെ ദിവ്യ സ്നേഹത്താൽ അവിടെ ഞങ്ങളെ വിളിച്ചു വേർതിരിച്ച ദൈവകൃപയെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ. വിശുദ്ധിയോടെ ജീവിപ്പാൻ, ഭക്തിയോടെ ജീവിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ക്രിസ്തുവിനോളം കർത്താവെ ആത്മീയമായി വളരുവാൻ
സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. ബലമുള്ള കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ, അവിടുത്തെ ജീവന്റെ വചനം ഞങ്ങളെ ജീവിപ്പിക്കുന്നതാകിയാൽ, ശക്തീകരിക്കുന്നതാകിയാൽ കർത്താവ് ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ അവിടെ ഞങ്ങൾക്ക് കൃപ പകരുമാറാകണമേ. താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവ്. ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെന്റെയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്താട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതയോട് കേൾക്കണം പരിശുദ്ധ പിതാവേ. ആമേൻ. സ്തോത്രം. ദൈവം നമ്മളെ ധാരാളം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വരുന്ന ക്ലാസ്സില് നിങ്ങൾ 19 മുതൽ അതിന്റെ 51 വരെയുള്ള വാക്യം കൂടെ വായിക്കണം. ദൈവനാമത്തിൽ ഓർപ്പിക്കും. നമുക്ക് തീർക്കാൻ പറ്റുന്ന പോർഷൻ വരെ നമുക്ക് തീർക്കാമെങ്കിലും ആ 1-ാം അധ്യായം കംപ്ലീറ്റ് ആയിട്ട് വായിച്ചും കൂടെ വരണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് മൊബൈലില് വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. ഞാൻ റിപ്ലൈ ആ രീതിയിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ലോർഡ്.